മുഖം നന്നാവാത്തതിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ മുഖം നല്ലതല്ലാത്തതിന് കണ്ണാടി തല്ലിപ്പൊട്ടിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ മലയാളത്തിൽ ചൊല്ലുണ്ട്. വീണ ജോർജിന് ഇംഗ്ലീഷ് അറിയാം, മലയാളവും അറിയാം. എന്നാൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കേരളത്തിന് രണ്ട് തരത്തിലറിയാം. മികവുറ്റ യൂറോളജിസ്റ്റ് എന്ന നിലയിലാണ് മുമ്പേ പരിചയം. അതിസാധാരണ രോഗികളുടെ അഭയമായ ഒരാളെന്ന് ഖ്യാതിയുമുണ്ട്. ചികിത്സാരംഗത്തെ കറവപ്പശുവാണ് യൂറോളജി എന്നറിയാമല്ലോ. ജീവിതശൈലിയും കാലാവസ്ഥയും ചേർന്ന് മൂത്രാശയ രോഗങ്ങളുടെ തലസ്ഥാനമാക്കി മാറ്റിയിട്ടുണ്ട് കേരളത്തെ. ലക്ഷങ്ങൾ നൽകിയാണ് വമ്പൻ സ്വകാര്യ ആശുപത്രികൾ യൂറോളജിസ്റ്റുകളെ സ്വന്തമാക്കുന്നത്. കാരണം ലളിതം: ഉപകരണങ്ങൾക്ക് പിടിപ്പത് പണി കിട്ടുന്ന മേഖലയാണ് യൂറോളജി. അത്തരം ക്ഷണങ്ങൾ വേണ്ടെന്ന് വെച്ച് പലതരം പരിമിതികളുടെ കൂടാരമായ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒരു മിടുക്കൻ യൂറോളജിസ്റ്റ് പണിയെടുക്കുന്നു എന്ന് കേട്ടാൽ ഊഹിച്ചോളൂ, അയാൾ മനുഷ്യരിലെ മനുഷ്യനാണെന്ന്. ഹാരിസ് ഡോക്ടറെക്കുറിച്ച് രോഗികൾ നടത്തുന്ന സാക്ഷ്യം PR വർക്കല്ല എന്ന് ചുരുക്കം. പക്ഷേ PR-കളുടെ 1000 വാട്ടിനിടെ മൗലികതയുടെ 40 വാട്ട് കണ്ണിൽപ്പെടില്ല. അതിനർത്ഥം ആ പ്രകാശം ഇല്ലെന്നതുമല്ല. രണ്ടാമതായി, ഹാരിസ് ഡോക്ടറെ നമ്മൾ അറിയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യമേഖലയെ അപ്പാടെ വിഴുങ്ങുന്ന ഒരു ദുർഭൂതത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞ ആൾ എന്ന നിലയിലാണ്. വിസിൽ ബ്ലോവർ, മെസ്സഞ്ചർ, നാം കൊട്ടിഘോഷിക്കുന്ന ഈ സിസ്റ്റം തകർന്ന് മണ്ണു കപ്പി തുടങ്ങിയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോഴും മഹത്വമുള്ള ആ മനുഷ്യൻ പറഞ്ഞത് ഈ സംസ്ഥാനത്തെ ആരോഗ്യരംഗം മികച്ചതാണ്, പക്ഷേ ചില പുഴുക്കുത്തുകൾ നീക്കണം എന്നാണ്. ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങി എന്നാണ് പറഞ്ഞത്. യൂറോളജി വേദനയുടെ പരിഹാരി ആണ്. മൂത്രാശയ രോഗിയുടെ ശസ്ത്രക്രിയ നീട്ടുക എന്നാൽ കൊടും വേദനയെ നീട്ടുക എന്നാണ്. വൈദ്യവൃത്തിയെ ദൈവികമായി കാണുന്ന മനുഷ്യാനുകൂലിയും ആർദ്ര ഹൃദയനുമായ ഒരു ഡോക്ടറും രോഗി വേദനിക്കുന്നത് സഹിക്കില്ല. ഉപകരണങ്ങൾക്ക് പണമില്ലാഞ്ഞിട്ടല്ല എന്നതാണ് ഹാരിസിനെ വിളിച്ചു പറയുന്നവനാക്കിയത്, ആത്മഹത്യാ സ്ക്വാഡാക്കിയത്. സംവിധാനത്തിൻ്റെ ഭയാനകവും ക്രൂരവുമായ ഇയച്ചിലും മനുഷ്യപ്പറ്റില്ലായ്മയും കണ്ടാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് തുടക്കത്തിൽ ആ സത്യസന്ധതയെ തിരിച്ചറിഞ്ഞിരുന്നു. ഹാരിസ് പറയുന്നതിൽ കാര്യമുണ്ടെന്നും സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണെന്നും പരിഹരിക്കാമെന്നും പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിൽ അത്ര തഴക്കം വരാത്ത, പഴക്കമില്ലാത്ത, മനുഷ്യരിൽ അവശേഷിക്കുന്ന സത്യസന്ധത അന്നേരം വീണയിൽ പ്രകാശിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്ക് അത് പിടിച്ചില്ല. താനാണല്ലോ സിസ്റ്റത്തിൻ്റെ അധിപതി, ഒറ്റനായകൻ മതി എന്ന പാർട്ടി തീരുമാനത്തിലാണല്ലോ പിണറായിക്കൊപ്പം ഒരു പക്ഷേ അതിനുമപ്പുറം തലപ്പൊക്കവും ജനാദരവും നേടിയ KK ശൈലജയെ കാഴ്ചക്കിരുത്തി നന്നേ പുതുമുഖമായ രാഷ്ട്രീയത്തിലെ ലാറ്ററൽ എൻട്രി ആയ വീണ ജോർജിനെ മന്ത്രിയാക്കിയത്. മുഖ്യമന്ത്രി ഇടഞ്ഞു, ഹാരിസിനെ തള്ളി. ഒട്ടും വൈകാതെ വീണ ജോർജും തള്ളി. എല്ലാം സുഭദ്രം, ലോകമാതൃക എന്ന് ആവർത്തിച്ചു. കൃത്യം 3-ാം നാൾ സിസ്റ്റം നിലം പൊത്തി ഒരു വീട്ടമ്മയെ കൊന്നു. അതും സിസ്റ്റത്തിൻ്റെ ഉപാധിപതിയുടെ ആരോഗ്യമന്ത്രിയുടെ കൺമുന്നിൽ. ഇവിടെ എല്ലാം ഭദ്രം, തകർന്ന കെട്ടിടം ഉപേക്ഷിക്കപ്പെട്ടത്, ആരും കുടുങ്ങിയിട്ടില്ല തുടങ്ങിയ അവകാശവാദങ്ങൾ മന്ത്രി വിളമ്പുമ്പോൾ നിസ്സഹായയായ വീട്ടമ്മ ജീവന് വേണ്ടി പിടയുകയായിരുന്നു. സാധാരണ നിലയിൽ ആ നിമിഷം രാജിവെക്കണമായിരുന്നു മന്ത്രി. ധാർമ്മികത എന്നത് ആത്മഹത്യ ചെയ്ത വാക്കാണ് കക്ഷി രാഷ്ട്രീയത്തിൽ. ഒന്നുമുണ്ടായില്ല. പ്രതിഷേധങ്ങളെ തുരത്തി. ഗവർണർക്കും വൈസ് ചാൻസലർക്കുമെതിരെ SFIയെ അഴിച്ചുവിട്ട് വിഷയം മാറ്റി. വിഷയം മാറിയപ്പോൾ SFIയെ അനുസരണയോടെ കൂട്ടിൽ കയറ്റി. സർവകലാശാല ആസ്ഥാനത്തിരുന്ന് മോഹൻ കുന്നുമ്മൽ വീണ്ടും ചിരിച്ചു. തൊള്ളയിൽ കൊള്ളാത്ത ചതുരവടിവൻ വാക്കുകൾ തെറിപ്പിച്ച് ചില പിള്ളേർ ഭാവി നേതാക്കളാവാൻ പരീക്ഷ എഴുതി എന്ന് മാത്രം മിച്ചം. ഇപ്പോഴിതാ ഇടതുപക്ഷം വാഴുന്ന സിസ്റ്റം പ്രതികാരത്തിനിറങ്ങിയിരിക്കുന്നു. ഡോക്ടർ ഹാരിസിനെ വേട്ടയാടാൻ തുടങ്ങുന്നു. കാരണം കാണിക്കണമെന്നാണ്. കാരണങ്ങൾ ഒരുപാടുണ്ട് സിസ്റ്റമേ, കാണിച്ചാൽ നിങ്ങൾ കരയും എന്നായിരുന്നു ഹാരിസ് മറുപടി പറയേണ്ടിയിരുന്നത്. രോഗികളോടൊപ്പം ജീവിച്ച് നിർമ്മല ഹൃദയനായി മാറിയതിനാലാവണം ഹാരിസാണ് കരഞ്ഞത്. തൻ്റെ പ്രൊഫഷനോടും തന്നെ കാണാൻ വരുന്ന സാധാരണക്കാരായ രോഗികളോടും ആത്മാർത്ഥത കൂടിപ്പോയതുകൊണ്ട് മാത്രം കരയേണ്ടി വരുന്ന ഒരാളുടെ കണ്ണീരാണത്. കളങ്കമില്ലാത്ത ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഉറവ് പൊട്ടി വരുന്ന ഉപ്പും ഉയിരും കലർന്ന തിളക്കുന്ന കണ്ണുനീർ. ഇന്നലെ വരെ ഇദ്ദേഹം ഒരു മാതൃകയായിരുന്നു. നിസ്വാർത്ഥ
സേവനത്തിന്, രോഗികളോടുള്ള കരുതലിന്, ചെയ്യുന്ന പണിയോടുള്ള കൂറിന് തീരെ പറ്റാതാകുമ്പോൾ ഒച്ച വെച്ചിട്ടാണെങ്കിലും അതിനൊരു നിവൃത്തി ഉണ്ടാക്കുന്നതിന് അതിനുള്ള പാരിതോഷികമാണ് മൈക്കിന് മുന്നിൽ നിന്ന് വിതുമ്പി പൂർത്തിയാക്കാനാവാതെ മുറിഞ്ഞു അകത്തേക്ക് കയറിപ്പോകുന്നത്.